വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നല്ല അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം. നമ്മൾ അപ്പം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേദിവസം അരച്ച് വെച്ച് കുറച്ച് നേരം പൊങ്ങണം, അങ്ങനെയൊക്കെയാണല്ലോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് റവയാണ്. ഇത് വറുത്തതോ വറുക്കാത്തതോ ഉപയോഗിക്കാം. 1.5 കപ്പ്. ഇപ്പോൾ എത്ര റവ എടുത്തോ അതിൻ്റെ നേരെ പകുതി ചോറ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് 3/4 കപ്പ് കുക്ക്ഡ് റൈസ്. അപ്പം ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് റൈസാണ്. ഏത് അരി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നിറത്തിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. അപ്പോൾ നമ്മളെല്ലാം എടുത്തേക്കുന്ന സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പ് യൂസ് ചെയ്തിട്ടാണ്. ആ സെയിം കപ്പിൽ തന്നെ വെള്ളം ചേർക്കാം. നമുക്ക് വേണ്ടത് ഒരു 2.25 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. ഒന്നെങ്കിൽ നമ്മളിത് ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അരയ്ക്കാം, അല്ലെങ്കിൽ ഉടനെ അരച്ചാലും കുഴപ്പമില്ല. കുറച്ച് നേരം കൊണ്ട് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ 1.25 കപ്പ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ബാക്കി വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചു. ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർക്കാം. ഇപ്പോൾ 2.25 കപ്പ് വെള്ളം ചേർക്കാം. അപ്പോൾ മൊത്തം ഉപയോഗിച്ചേക്കുന്നതാണ് 2.25 കപ്പ്. 2.25 കപ്പും 2.5ക്കും ഇടയ്ക്ക് മതിയാവും. നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി ഇതൊരു ബോളിലേക്ക് ഒഴിച്ച് ഇത് കവർ ചെയ്ത് 2 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ മുമ്പ് അരച്ച് വെച്ചിരുന്നതാണ്. ഇത്രയും പൊങ്ങിയിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഒരു സ്പൂൺ ഒഴിക്കും. ഇതൊന്ന് അടച്ചു വെച്ചാൽ നമ്മൾ നന്നായിട്ട് കുക്കാവും. ഇപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചിടാം. ബാക്ക് സൈഡ് കണ്ടോ, പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഈ രീതി കിട്ടും. മറ്റേ സൈഡും ചെറിയൊരു ബ്രൗണിങ് വേണമെങ്കിൽ ഒന്ന് കുറച്ച് നേരം തിരിച്ചിട്ട് കഴിഞ്ഞാലും നല്ലതാണ്. നല്ല നിറച്ച് ഹോൾസ് ഒക്കെ ആയിട്ട് കിട്ടും. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ക്വാണ്ടിറ്റി നമുക്കൊരു 18 അപ്പമാണ് കിട്ടുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതിലൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ധാരാളം കറികളുടെ ഓപ്ഷൻസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുട്ടക്കറി, മുട്ട റോസ്റ്റ്, അല്ലെങ്കിൽ ഇറച്ചിക്കറിയുടെയൊക്കെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.